പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ലീഡ് ഉയർത്തിക്കൊണ്ടു പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു 8-10 പേരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. SDPI പാലക്കാട്ട് ഇത് തങ്ങളുടെ വിജയമാണെന്നും തങ്ങൾ ഉണ്ടാക്കിയ വിജയമാണെന്നും, ഞങ്ങൾ പൊട്ടിച്ചേ ഞങ്ങൾ കൃഷ്ണകുമാറിനെ പൊട്ടിച്ചേ, BJPയെ പൊട്ടിച്ചേ, വർഗീയ പാർട്ടിയെ പൊട്ടിച്ചേ എന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. സത്യത്തിൽ അത് കാണുമ്പോൾ അതുണ്ടാക്കുന്ന സന്ദേശം കേരള രാഷ്ട്രീയത്തിൽ എന്താണ് എന്നത്, അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചുള്ള പാർട്ടി എന്നുള്ള നിലയിൽ SDPIക്ക് ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരു ആഹ്ലാദ പ്രകടനം നടത്താനും അവകാശമുണ്ട്. പക്ഷേ കോൺഗ്രസ് പോലും ഈ ആഹ്ലാദ പ്രകടനമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പ് ഈ 8-10 പേരടങ്ങുന്ന SDPIക്കാർ അവരുടെ പതാകയും ഉയർത്തിക്കൊണ്ട് CPMൻ്റെ ഓഫീസിൻ്റെ മുന്നിലും BJPയുടെ ഓഫീസുകളുടെ മുന്നിലും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അതിൻ്റെ പിന്നാലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അഭിപ്രായവും പുറത്തു വന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണയോടുകൂടിയാണ് മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്ന ഈ ഒരു പ്രഖ്യാപനവും ഇതിൻ്റെ പിന്നാലെ വരികയും ചെയ്തു. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വിലയിരുത്തുമ്പോൾ ഈ പ്രകടനം നടത്തിയവരുടെ ഉദ്ദേശം എന്തായിരുന്നു? UDFനെ സഹായിക്കലാണോ, മാങ്കൂട്ടത്തിലിനെ സഹായിക്കലാണോ, അതോ CPMനെ സഹായിക്കലാണോ? എന്താണ് ഈ അവർ നൽകുന്ന സന്ദേശം ഈ വിജയത്തിൽ എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു BJP വിരുദ്ധ മനോഭാവം അവർക്കുള്ളത് കൊണ്ട്, BJP ജയിക്കരുത് എന്ന താല്പര്യവും ആഗ്രഹവും ഉള്ളത് കൊണ്ട് മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തവരായിരിക്കാം അവർ. പക്ഷേ അങ്ങനെ എത്രയോ പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. BJPക്കാർ പോലും പലരും മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് വേണമെങ്കിൽ നമുക്കറിയാം. അല്ലെങ്കിൽ നഗരസഭയിൽ ഇത്രയധികം ഭൂരിപക്ഷം മാങ്കൂട്ടത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃഷ്ണകുമാറിനോടൊപ്പം കൃഷ്ണകുമാറിൻ്റെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയും അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ പാർട്ടിയോട് അനുഭാവമുള്ളവരുമായ പലരും ഈ BJPക്കാർ പോലും ഒരുപക്ഷെ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ കുറച്ച് പേർ വോട്ട് ചെയ്തത് അത് ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചതെന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു SDPIയുടെ നീക്കം എന്നത് തിരിച്ചറിയാൻ കേരള ജനതയ്ക്ക് കഴിയും എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് നാളെ ഉണ്ടാകാൻ പോകുന്ന ചർച്ചകൾക്ക് വല്ലാത്ത ഒരു തലം ഉണ്ടാക്കിയിടുകയാണ് SDPI ചെയ്തത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രവർത്തകർ, പക്കാ BJP പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ BJPയിൽ പ്രവർത്തിക്കാതെ ദൂരെ മാറി നിന്ന് BJPയെ സ്നേഹിക്കുന്ന ഒരു മൃദുസംഖ്യകളായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടം, മാങ്കൂട്ടത്തിന് 18,000 ചില്ലുവാന വോട്ട് ഭൂരിപക്ഷം വന്നപ്പോൾ അതിൻ്റെ ആദ്യ അവകാശികൾ തങ്ങളാണ് എന്ന് പറഞ്ഞ് SDPI ഇറങ്ങുമ്പോൾ അത് നാളെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നത് കാണണം. ഇതോടൊപ്പം തന്നെ ചില ആൾക്കാർ, പ്രധാനമായിട്ട് MLA പോലെ ആയിരുന്ന ഒരാൾ കൃഷ്ണകുമാർ ജയിക്കുകയാണെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകും എന്ന് ന്യൂനപക്ഷ വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞു എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടി വച്ച് നോക്കുമ്പോൾ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ പാലക്കാട് രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്, ഒരു വർഗീയ പോളറൈസേഷനിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ വളരെ ദൂരെ കൂട്ടി ചിന്തിക്കേണ്ടതുണ്ട്.